എന്ത് വ്യഗ്രതയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ശരി, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഈ അജ്മൽ ഇസ്മായിൽ പറഞ്ഞത് ശരിവെക്കുന്നത് കൊണ്ടാണോ ഒളിഞ്ഞും തെളിഞ്ഞും അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും SDPIയുമായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ കൂട്ടുകൂടാൻ മടി കാണിക്കാത്തത്? ഈ പറയുന്ന SDPI ഇപ്പോഴും പറയുന്നത് PFIയുമായിട്ട് ബന്ധമില്ല എന്നാണ്, PFIയിൽ കൊണ്ട് കെട്ടുവാൻ ശ്രമിക്കുന്നത് കേന്ദ്ര ഏജൻസികളാണ് എന്നാണ്. അതുപോലെ തന്നെ BJPയും RSSും ഒക്കെയാണ് ഈ ശ്രമം നടത്തുന്നത് എന്ന് താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഒരു അന്വേഷണ ഏജൻസി എപ്പോഴും കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നാളെ എന്നെ പ്രതിയാക്കിയോ അല്ലെ മഞ്ചേഷിനെ പ്രതിയാക്കിയോ റിപ്പോർട്ട് കൊടുത്താൽ ആ പ്രതിയുടെ പേരിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചാർജ് ഷീറ്റ് കൊടുക്കുന്നത്. അല്ലാതെ കൊടുത്താൽ കോടതി അത് വലിച്ചു ദൂരെ കളയും. ഒരു കൊച്ചൊരു അടിക്കേസായാൽ പോലും അങ്ങനെ അവർക്ക് അത് എഴുതാൻ പറ്റും. അപ്പൊ ED കൊടുത്ത റിപ്പോർട്ട് ഇതിന്റെ നാഷണൽ ഫ്രണ്ടിന്റെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. അവർ PMLA ആക്ട് അനുസരിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിരോധിത സംഘടന PFIയുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെ കാണിച്ചെങ്കിൽ മാത്രമേ ED കൊടുത്ത കേസ് കോടതിയിൽ നിലനിൽക്കൂ. അതിന്റെ സത്യാവസ്ഥ എന്താണ് നമ്മൾ അന്വേഷിച്ചറിയും. പിന്നെ ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് രാഷ്ട്രീയ പാർട്ടി നിരോധിക്കുന്ന 1934 ബ്രിട്ടീഷ് ഗവൺമെന്റ് CPI നിരോധിച്ചു. അതിനുശേഷം 1954 കമ്മ്യൂണിസ്റ്റ് കൺട്രോൾ ആക്ട് കൊണ്ടുവന്ന് കോൺഗ്രസ് ഗവൺമെന്റ് CPI നിരോധിച്ചു. ആ ആക്ട് ഇപ്പൊ നിലവിലില്ല. RSS ആണ് ഏറ്റവും കൂടുതൽ നിരോധിക്കപ്പെട്ടത്. 1947 4 ദിവസം നിരോധിച്ചു, 48 നിരോധിച്ചു, 75 നിരോധിച്ചു, 92 നിരോധിച്ചു. ഈ പ്രസ്ഥാനം ഇന്ന് വളർന്നു വലുത് ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറി. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിരോധിക്കുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റൊരു പേരിൽ പ്രവർത്തിക്കാം. ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞു PFI നിരോധിച്ചു. ശരിയാണ്, എനിക്കും അറിയാം. അവർ പലരും SDPIയിലേക്ക് മാറിയിട്ടുണ്ട്. അവർ SDPIയുടെ പ്രവർത്തകർ. നാളെ SDPI നിരോധിക്കുന്നു. ആദ്യം ISS നിരോധിച്ചു, PDP നിരോധിച്ചു. അപ്പം നാളെ നിരോധിച്ചാൽ ഇവർ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് മാറും. അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. PFIയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് SDPI പറയുന്നതിനെ അത് താങ്കൾ എന്തായാലും അതിനെ അംഗീകരിക്കുന്നില്ലല്ലോ അല്ലേ? അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അവർ തമ്മിൽ പൊക്കിൾക്കൊടി ബന്ധമുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിരോധിക്കുമ്പോൾ അവർ മറ്റു പേരുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. RSS നിരോധിച്ചപ്പോൾ എല്ലാവരും പ്രവർത്തനം നിരോധിപ്പോയോ? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച 2 വട്ടം പ്രവർത്തനം നിർത്തിപ്പോയോ? അപ്പൊ താൽക്കാലം ഇപ്പൊ ഇന്ത്യയിൽ 45 പ്രസ്ഥാനങ്ങളെ തീവ്രവാദ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് നിരോധിച്ചിട്ടുണ്ട്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാവോയിസ്റ്റ് ഉണ്ട്, ലെനിനിസ്റ്റ് ഉണ്ട്, ജെയ്ഷെ അഹമ്മദുണ്ട്, അൽ-ഖയ്ദ ഉണ്ട്. നിരവധി പാർട്ടികളെ നിരോധിച്ചു. 45 പ്രസ്ഥാനങ്ങളെ തീവ്രവാദ ബന്ധം കൊല്ലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞു. പാർട്ടികളൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്ന 29 RP ആക്ട് അനുസരിച്ചാണ്. 1954 29 RP ആക്ട് അനുസരിച്ചാണ് പാർട്ടികൾ രജിസ്റ്റർ ചെയ്തത്. ആ പാർട്ടികളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് ഇവിടെ നമുക്കറിയാം PFI നിരോധിച്ചത് UAP അനുസരിച്ചാണ്. 2022 സെപ്റ്റംബർ മാസം 28 പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച UAPയിലെ സെക്ഷൻ 15 മുതൽ 20 വരെ അവർക്ക് തീവ്രവാദ ബന്ധം വെച്ചാണ് അവരെ നിരോധിച്ചൊരു തീവ്രവാദ സംഘടനയായിട്ട്. പിന്നെ ബഹുമാനപ്പെട്ട വിഭാഗം പറഞ്ഞതുപോലെ കേരള ഹൈക്കോടതിക്കകത്ത് ഇവർ സീരിയസ് വയലൻസ് കാണിക്കുന്ന, ഇവർ തീവ്രവാദം എന്നൊരു വാക്ക് ഹൈക്കോടതി ഉപയോഗിച്ചിട്ടില്ല. അവർ ക്രൂരമായ കുറ്റകൃത്യം ചെയ്യുന്നവരാണ് ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഏതായാലും അത് നമ്മളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാനും പല പാർട്ടികളും ഞാനും രാഷ്ട്രീയ പാർട്ടികൾ വരട്ടെ ഇത് രാഷ്ട്രീയ പാർട്ടികള് രജിസ്റ്റർ പല പാർട്ടിക്കും ഞാൻ നിൽക്കുന്ന പാർട്ടിയും ഞാൻ അങ്ങനെ ഒരു ഫൈൻഡിങ്സ് കൊണ്ട് അങ്ങനെ പാർട്ടി ആകുന്നില്ല. നമുക്ക് അതിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ RSS ഒക്കെ നിരോധിച്ചില്ല. എത്ര 4 പ്രാവശ്യം നിരോധിച്ച RS ആണ്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ ബൽദേവ്, അതിലേക്ക് വരാം. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ SDPIക്ക് തീവ്രവാദ ബന്ധമുണ്ടോ ഇല്ലയോ, ആ കാര്യത്തിൽ താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഇപ്പോൾ ED പറയുന്നതിനോട് താങ്കൾ അനുകൂല നിലപാടാണോ സ്വീകരിക്കുന്നത്, അല്ലയോ? പിന്നെയുള്ളത് PFIയും SDPIയും തമ്മിൽ ബന്ധമുണ്ടോ? RSS ആണ് ഒരു ഭീകരവാദ സംഘടന. ഞാൻ പറഞ്ഞോട്ടെ ഒരു തീവ്രവാദ ബന്ധം ഉണ്ടെങ്കിൽ അവരെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞാൽ ഏത് പ്രസ്ഥാനം തീവ്രവാദ ബന്ധം കാണിച്ചാലും ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ പ്രത്യേകത പറയുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടന ഹാജരാക്കും പാർട്ടിയുടെ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിച്ചു കൊള്ളാം. അതിനകത്ത് എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ രജിസ്ട്രേഷൻ നിരോധിക്കാനുള്ള അധികാരമല്ല, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനുണ്ട്. പല കാരണങ്ങളുകൊണ്ട് പല പാർട്ടിയുടെയും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക. അത് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ SDPIയുടെ രജിസ്ട്രേഷൻ അവർക്ക് ക്യാൻസൽ ചെയ്യാം. പക്ഷെ പാർട്ടിയെ ബാൻ ചെയ്യാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കണം, സുപ്രീം കോടതി അംഗീകരിക്കണം. PFI നിരോധന കേസുകൾ ഇപ്പോൾ സുപ്രീം കോടതി കിടക്കുകയാണ്. 2 മുതൽ 5 വർഷം വരെ കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കാം. നിരോധിച്ചു കഴിഞ്ഞാൽ അത് കേസ് കോടതിയിൽ വരും. കോടതിയിൽ ചോദ്യം ചെയ്യാം. കോടതി വരുന്ന വിധി അനുസരിച്ച് അതിന്റെ ഫൈനൽ ഡിസിഷൻ വരുന്നത്. ഇവിടെ SDPI ബന്ധപ്പെട്ട് ചില തീവ്രവാദ ബന്ധങ്ങൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പരിപൂർണമായിട്ട് അതൊരു സെക്കുലർ സംഘടനയൊന്നും ഞാൻ പറയുന്നില്ല. ഇസ്ലാമിക തീവ്രവാദ ബന്ധം ഒരു പരിധിവരെ അവർക്കുണ്ടാകാം. പക്ഷേ
ED കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് മാത്രം എടുത്ത് കാണിച്ചുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എന്റെ പേരിൽ നാളെ ഒരു കുറ്റം ചാർത്തിയാൽ ഏതൊരു അന്വേഷണ ഏജൻസി കോടതിയിൽ റിപ്പോർട്ട് അത് ശരിയാണ്. പക്ഷെ താങ്കൾ പറഞ്ഞ കാര്യം മാത്രമേ കുറ്റസത്യം. ഇഡിയും പറഞ്ഞിട്ടുള്ളൂ. ഈ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് ഇഡി അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് PFIയുമായിട്ടുള്ള ബന്ധമാണ്. അതായത് PFIയുടെ ഐഡിയോളജി എന്താണോ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലൂടെയും ഫണ്ടൽ ഓർഗനൈസേഷനുകൾ വഴിയും നടപ്പിലാക്കുന്നു. അതിൽ രാഷ്ട്രീയ പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് SDPI ആണെന്നാണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും പാർട്ടിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുമില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും ശരിയാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞതല്ല, ED കൊടുത്ത റിപ്പോർട്ട് മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഏതൊരു അന്വേഷണ ഏജൻസി കൊടുക്കുന്ന റിപ്പോർട്ട്, നമുക്കറിയില്ല എത്രയോ കേസുകൾ കോടതി വരുമ്പോൾ പോലീസ് റിപ്പോർട്ടിനെതിരെയല്ലേ കോടതി പറയുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളിപ്പോൾ അല്ല SDPI ഇതാ നിരോധിക്കാൻ പോകുന്നു എന്നൊന്നുമല്ല. പക്ഷെ ED അതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് എന്ന് കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമല്ലോ. തീർച്ചയായിട്ടും SDPI അല്ല തീവ്രവാദ പ്രസ്ഥാനം എന്ന് കണ്ടെത്തിയാൽ ആ പാർട്ടി നിരോധിക്കാം. അത് ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥയുണ്ട്. ഗവൺമെന്റ് നിരോധിക്കാം, ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാം. പക്ഷേ അൺലെസ് ആൻഡ് അണ്ടിൽ അവരൊരു തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് പ്രൂവ് ചെയ്യുന്നത് വരെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SDPI തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് പറയാൻ പറ്റത്തില്ല. PFIയെ സംബന്ധിച്ച് ശരിയാണ്, അവർ നിരവധി കൊലപാതകങ്ങൾ കേരളത്തിൽ ചെയ്തു, മറ്റ് പലയിടത്തും അത് ചെയ്തു. അതിനകത്ത് PFIയെ ആ ചെയ്തിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് അവർ നിരോധിച്ചത്. അതേ രീതിയിലുള്ള ആക്ടിവിറ്റി SDPI ചെയ്താൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കാം, ഇലക്ഷൻ കമ്മീഷൻ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. പക്ഷെ അതിന് സബ്ജക്ട് ടു കണ്ടീഷൻസ് ആൻഡ് റൂൾസ് ഉണ്ട്. ശരി ശരി. ശ്രീ ആർ വി ബാബു